ഹലോ ചങ്ങായിമാരെ, ബിച്ചൂസാണ്. അപ്പോൾ നമുക്ക് ലോഡായിക്കട്ടോ കൊയ്ത്തീറ്റ കുപ്പത്തുന്ന ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 113-115 കിലോമീറ്റർ പോകാണ്ട് ആന്ധ്രകുപ്പം. ഏതായാലും വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ പുറത്തേക്ക് കണ്ട് ഇറങ്ങി ഹൈവേമേ കണ്ട് കയറിയത് ഓർമ്മയുള്ളൂ. വണ്ടി ഒരു ഇഞ്ച് പോലും ഇറങ്ങണില്ല, ഫുള്ള് ബ്ലോക്ക്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഈ ബ്ലോക്കത്ത് ഇങ്ങനെ ഡീസലും കത്തിച്ച് ക്ലച്ചും കത്തിക്കാൻ മനസ്സും ഇല്ലാത്തതുകൊണ്ട് നൈസായി സൈഡാക്കിയിട്ട് ചെറിയൊരു ഉറക്കുറങ്ങി. രാവിലെ ഒരു 3 മണിക്ക് അലാറം വെച്ചിങ്ങനെ അപ്പോൾ നീച്ചണ്ട് ബുഡായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കയറി കടന്ന് അങ്ങനെ ഒരു 3 മണിയായി നീച്ചെടുത്ത് വിട്ട് നൈസായിട്ട് ഇങ്ങനെ പോയി. ഈ സമയത്ത് പോകാൻ നല്ല സുഖമാണ്. ഈ 3 മണി സമയത്ത് നല്ല സുഖത്തിൽ പോകാം. അതിനിടയ്ക്ക് ചാടിക്കാൻ നിർത്തിയിട്ടാണ്. ചാടിക്കാൻ നിർത്തിയിട്ട് നല്ല അടിപൊളി ബാക്കിലുണ്ടോ നൈസ് ചായ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 3 മണി സമയത്തൊക്കെ എടുത്ത് വിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല സുഖമാണ്. കാരണം 3 മണി 4 മണി അപ്പോൾ വല്ലാതെ ഓവർ സ്പീഡും വേണ്ട, 55-60 ഉള്ളിൽ ഇങ്ങനെ പോവുകയും ചെയ്യുക. നല്ല ഒരു കാലാവസ്ഥയൊക്കെ മഞ്ഞും നൈസായിട്ട് അങ്ങനെ പോവാം. ഏതായാലും ഇങ്ങോട്ട് 80-90 കിലോമീറ്റർ കൃഷ്ണഗിരിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി അങ്ങനെ പോകണം കുപ്പയ്ക്ക്. ചെന്നൈ റോഡ് കയറിയിട്ട് പിന്നെ ലെഫ്റ്റ് ഇറങ്ങി പോകണം. ഇത് നമ്മൾ കൃഷ്ണഗിരി എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു തൊണ്ടക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ബാംഗ്ലൂർ ഫാനിട്ട് കിടന്നിട്ടേ തണുപ്പ് കയറിയ തണുപ്പടിച്ച് സൗണ്ടൊക്കെ ആകെ നോക്കണ്ട. അങ്ങനെ ഈ കാട് കൃഷ്ണഗിരി എത്തുന്നതിൻ്റെ മുമ്പുള്ളൊരു കാടാണ്. നല്ല രസമായിട്ട് ഇവിടെ പോകാൻ. അത്യാവശ്യം നല്ലൊരു ഇറക്കം അവിടുന്ന് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റും. പിന്നെ ഒന്ന് സൈഡാക്കി പല്ലും മോറൊക്കെ തേച്ചേക്കിട്ട് കണ്ട് പോകാറുണ്ട്. അങ്ങനെ പ്രഭാത കർമ്മങ്ങളൊക്കെ പോകാണ്ട് ഇനി അങ്ങനെ അതൊക്കെ തീർത്ത് നൈസായിട്ട് ബ്രഷും പേസ്റ്റ് എടുത്തും പല്ലും തേച്ച് അങ്ങനെ പോയി. കമ്പനിക്ക് ഇനിയിപ്പോൾ വലിയ ദൂരമൊന്നുമില്ല, കുറഞ്ഞ ദൂരമുള്ളൂ. നേരത്തെ കാലത്തെ കമ്പനിക്ക് എത്തിയതായാലും ഒരു 7 മണി 8 മണി അതിന് കമ്പനിക്ക് എത്തി. കമ്പനിയിൽ എന്താ സംഭവിച്ചാൽ വൈകുന്നേരം ലോഡാവുള്ളൂ. ഏതായാലും വൈകുന്നേരം 3 മണിയായപ്പോൾ വിളിച്ച് ലോഡ് കയറ്റൽ തുടങ്ങി. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മഴ മൂടിക്കുന്നുണ്ട്. ഈ ലോഡ് കയറ്റുന്നതിൻ്റെ ഇടയ്ക്കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഷെഡും പാടില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ വണ്ടി പോകുന്നവർക്കറിയാം. ഈ പെട്ടെന്ന് മഴ ചെയ്താൽ വായൊക്കെ പടം മടക്കിച്ച് വായൊക്കെ പടം നിർത്തി വലിച്ചിടുന്നത് അത്യാവശ്യം ടാസ്ക്കാണ്. ഇതിലാകെ മൂടി നിർത്തില്ല, ചെറുതായിട്ട് ചാറലും ഉണ്ട്. ഏതായാലും വരണ്ട കെട്ടി മുറുക്കി പുറപ്പെട്ടു. 8 മണിയായപ്പോൾ വണ്ടി വന്നെടുത്തു. വണ്ടി എടുത്ത് ഒറ്റ സ്റ്റിച്ചിൽ രാവിലെ ആകുമ്പോഴത്തേനോട് എത്താൻ പറഞ്ഞേക്കണേ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എത്താൻ പറയണം. അപ്പോൾ ഇതിനൊക്കെ എത്തിയാൽ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എത്തും ഇൻഷാ അല്ലാഹ്. പിന്നെ അതിനൊക്കെ നമുക്ക് ആൻഡ് കുറവുണ്ട്. അപ്പം ആൻഡ് അടിക്കണം. അപ്പോൾ നല്ല സ്ഥലം കിട്ടി. അതാ കിട്ടുന്ന അടിപൊളി സ്ഥലം. അവിടെ നിന്ന് 2 ചായയും കുടിച്ച്, ഒറ്റ ചായ വന്നില്ല, 2 ചായ കുടിക്കും. ഞാൻ എപ്പോഴും 2 ചായ കുടിക്കട്ടോ. 2 ചായയും കുടിച്ച് ആൻഡ് ഫില്ലാക്കി ഒരൊറ്റ പെടില്ല. ഇനി ഒരൊറ്റ റൂട്ട് സിംഗിൾ റോഡ് മാത്രം. നമ്മൾ ബാംഗ്ലൂർ ഔട്ടർ കൂടെ കയറിയിട്ട് ഒസൂർ ഔട്ടർ കൂടെ കയറിയിട്ട് നമ്മൾ മലവള്ളി എന്താ പറയുക കനകപുര മലവള്ളി ആ റൂട്ടിലാട്ടോ പോണേ. അപ്പോൾ ഈ റോഡിൽ വേറെ വണ്ടികളൊന്നും വല്ലാതെ ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അധികം. നല്ല നല്ല മധുപാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോരാം. ഏതായാലും അങ്ങനെ പോകുന്നു. വയനാട് കയറിയിട്ടില്ല, നമ്മൾ ഗുണ്ടൽപേട്ട കഴിഞ്ഞ്. ഇനിയിപ്പോൾ വലിയ ദൂരമൊന്നുമില്ലല്ലോ, ഒരു 8-9 മണി അതിന് എന്തായാലും എത്തും. 10 മണിയാൽ പറഞ്ഞ് അതിൻ്റെ മുമ്പ് എന്തായാലും എത്തും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ട്രിപ്പ്. ഇനിയിപ്പോൾ അവിടെ എത്തണോളം ഇനിയിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, കാരണം അവിടെ മഴയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ആയിക്കോട്ടെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ എപ്പോഴും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.